ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചലഞ്ചിങ് വീഡിയോ വഴിയെ കാണാം. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത രീതിയിൽ തന്നെ ഉത്തരം എഴുതണം. എന്നിട്ട് ഞങ്ങൾ ഒരാളുടെ അടുത്ത് ഉത്തരം ചോദിക്കും, എഴുതിയിരിക്കുന്നത് കാണിക്കണം. അവരുടെ ഉത്തരം കണ്ടതിന് ശേഷമേ മറ്റേ ആള് ഉത്തരം എന്താണെന്നുള്ളത് കാണിക്കാവൂ. ഓക്കെ, ബാക്കി കാണുന്നവർക്ക് നമുക്ക് മുന്നോട്ട് പോകുന്ന വീഡിയോയിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യത്തെ ചോദ്യം, ആമിന. നൗസിയുടെ ബർത്ത്ഡേ ഡേറ്റ്. നൗസിയുടെ ബർത്ത്ഡേ ഡേറ്റ് എഴുതുക. നൗസിയുടെ ബർത്ത്ഡേ ഡേറ്റ്. ആദ്യത്തെ ചോദ്യം ബർത്ത്ഡേ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നീട്ടി പിടിക്കാവോ, എന്നോട് പിടിക്കാവോ? ഇയർ കൂടെ എഴുതണം. ഇയറും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇയറും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇയറും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കാണിക്കും. നവംബർ 30, 1999 ഇതാണ് എഴുതിയത്. നൗസി കാണിക്കുക. നൗസിയുടെ ഉത്തരം കാണിക്കുക. നവംബർ 30, 1999. അപ്പൊ ആദ്യത്തെ ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പക്രുവിന്റെ ഫേവറേറ്റ് കളർ. പക്രുവിന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? പക്രുവിന്റെ ഫേവറേറ്റ് കളർ എഴുതിയിട്ടുണ്ടോ അറിയുന്നു. നൗസി ആദ്യ ഉത്തരം കാണിക്കുക. നൗസി എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു മിനിറ്റ്, ബ്ലാക്ക്. ബ്ലാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്രു കാണിക്കുക. അപ്പോ രണ്ടാമത്തെ തെറ്റിയിട്ടുണ്ട്. 1-0. രണ്ട് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1-0. മൂന്നാമത്തെ ചോദ്യം പറഞ്ഞോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പക്രുവിന്റെ ഫേവറേറ്റ് ഫുഡ്. പക്രുവിന്റെ ഫേവറേറ്റ് ഫുഡാണ്. പക്രുവിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് എഴുതുക. നൗസി വേഗം എഴുതുക. നമുക്ക് ഒരുപാട് ടൈം എടുക്കാൻ പറ്റത്തില്ല. വേഗം ഉത്തരങ്ങൾ എഴുതുക. എഴുതിയിട്ടുണ്ടല്ലോ. ഒക്കെ കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്ത്. നൗസി കാണിക്കും. പൊറോട്ട കരൾ റോസ്റ്റ്. പൊറോട്ട കരൾ റോസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പക്രു കാണിക്കാം. പക്രു എഴുതിക്കുന്നത് പക്രുവിന്റെ എഴുതിക്കുന്നത് ചിക്കൻ ഫ്രൈ. നാലാമത്തെ ചോദ്യം, നൗസിയുടെ ഫേവറേറ്റ് ഡ്രസ്. ഫേവറേറ്റ് ഡ്രസ്. ഏത് ടൈപ്പ് ഡ്രസ്സാണ് നൗസിക്ക് കൂടുതൽ താല്പര്യം എന്നുള്ളത് എഴുതുക. രണ്ടുപേരും എഴുതണം. നൗസിയുടെ ഫേവറേറ്റ് ഡ്രസ്, ഏത് ടൈപ്പ് ഡ്രസ്സാണ് നൗസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പൊ ആ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്രു എഴുതി കഴിഞ്ഞു. കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. വേഗമാട്ടെ. അപ്പം കാണിച്ചു. ജീൻസും സ്കേർട്ടും. ജീൻസ് സ്കേർട്ടാണ് നൗസി കാണിക്കുക. ഉത്തരം കാണിക്കുക. അനാർക്കലി ചുരിദാർ. 1-0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. നിങ്ങളുടെ വെഡിങ് ഡേറ്റ്. നിങ്ങളുടെ വെഡിങ് ഡേറ്റ്. അതൊരു പക്ഷേ തെറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ഞാൻ തന്നതാണ്. നിങ്ങളുടെ വെഡിങ് ഡേറ്റ് അത് ശരിയാക്കുമെന്ന് അറിയാം. കല്യാണം നടന്ന ഡേറ്റ്, ഇയർ, കല്യാണം നടന്ന ഡേറ്റ്. ഇത് ഒരു പക്ഷേ ഇത് നടക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് വർഷത്തില് ഡൗട്ട് ഉണ്ട്. കൊള്ളാം, വെരി ഗുഡ്. രണ്ടുപേരും ഒരുമിച്ച് കാണിക്കും. ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നവംബർ 28, 2021. നൗസി ഡേറ്റ് എഴുതി, ഇയർ എഴുതിയില്ലേ? 2022. പാവം, അവൻ വിജൃംഭിച്ചു പോയി. അഞ്ച് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഉത്തരം മാത്രമാണ് ശരിയായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആദ്യമായി കണ്ട നിമിഷം.
നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ല ലവ് മാരേജ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ അറേഞ്ച് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആദ്യം കണ്ട നിമിഷം ഇവരുടെ മനസ്സിൽ ഓർമ്മ കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എവിടെ സ്ഥലമോ അല്ലെങ്കിൽ ഒരു നിമിഷമോ അതാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ വെച്ചാണ് ആദ്യം കണ്ടത്? ഡേറ്റ് ഒന്നും വേണ്ട, അതെവിടെ അല്ലല്ല പറയാനുണ്ട്. ഒറ്റ വേർഡിൽ എഴുതിയാൽ മതി. എവിടെ വെച്ചാ കണ്ടതെന്ന് പറഞ്ഞാൽ മതി. എവിടെ വെച്ചാ കണ്ടത്? പറഞ്ഞു രണ്ടുപേരും കാണിക്കും, രണ്ടുപേരും ഒരുമിച്ച് കാണിക്കും, രണ്ടുപേരും ഒരുമിച്ച് കാണിക്കും, രണ്ടുപേരും ഒരുമിച്ച് കാണിക്കും. പഴയ കടയുടെ മുൻപിൽ. പഴയ കടയുടെ മുൻപിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അഞ്ജീത്തിയുടെ വീട് കറക്റ്റ് ആണ്. കാരണം ഞങ്ങളുടെ പഴയ കട ഷോപ്പ് ഉണ്ടായിരുന്നത് അഞ്ജീത്തിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ആ ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. മാരപ്രാവിന്റെ ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ്. 7ാമത്തെ ചോദ്യം, ഫായിക്കിന്റെ ബർത്ത്ഡേ ഡേറ്റ്. അതും തെറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു ചോദ്യമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ തെറ്റാനുള്ള ചാൻസ് കൊണ്ട് നൗസ് തെറ്റിച്ചു. അവിടെ നൗസ് തെറ്റിച്ചു. അതുകൊണ്ട് ഇതും തെറ്റോ ശരിയാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഫായിക്കിന്റെ ബർത്ത് ഡേറ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഞാനും കംപ്ലീറ്റ് ആയതോ? കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. രണ്ടുപേരും ഒരുമിച്ച് കാണിച്ചോളൂ. ജൂൺ 28, 2023. ജൂൺ 28, 2023. രണ്ടുപേരുടെയും കറക്റ്റ് ഉത്തരം. വീണ്ടും അടുത്ത ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, നൗസിയുടെ ചെപ്പൽ സൈസ്. അതായത് നൗസിയുടെ ചെരുപ്പിന്റെ സൈസ് ആണ് ചോദിക്കുന്നത്. നൗസിയുടെ ചെരുപ്പിന്റെ സൈസ് ജസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? 8. എത്ര കാണിക്കുന്നത്? 8 അല്ലാതെ എനിക്ക് ഉറപ്പുണ്ട്. 8 കറക്റ്റ് ഉത്തരം. അപ്പോൾ 8 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4 ശരി ഉത്തരങ്ങളും 4 തെറ്റുത്തരങ്ങളുമായി. ഞാൻ പോയിക്കോട്ടെ. ഇത് വരുമ്പോ അടുത്തത് ഇപ്പൊ ആമിന ചിക്കുവാണ്. നിങ്ങളുടെ അടുത്ത ഡ്രീം അല്ലെങ്കിൽ അടുത്ത പോവാൻ താല്പര്യമുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ഏത് സ്ഥലമാണെന്നുള്ളത്? പറയട്ടെ. ലക്ഷദ്വീപ്. രണ്ടുപേരും 8 ശരിയാക്കും. അടുത്ത ചോദ്യം, നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ട പടം മൂവി ഏതാണ്? നിങ്ങൾ ഒരുമിച്ച് ആദ്യം പോയി കണ്ട സിനിമ ഏതാണ്? ആമിനെ ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഉത്തരം തെറ്റിയിട്ടുണ്ട്. ഈ സത്യം അറിയാൻ വൈകിട്ടുണ്ടായി. 3ാമത്തെ ചോദ്യം, ഡ്രീം കാർ. എഴുതിയാ? ആമിന എഴുതിയാ? ആമിന ആദ്യം കാണിക്കും. കാറിന്റെ പേര് മറന്നുപോയി. ബ്ലാക്ക് എന്നാണ്. നമ്മൾ ട്രാവലിംഗ് പോകുമ്പോ ഒരു ജീപ്പ് പോലെ ഇരിക്കുന്ന. മനസ്സിലായി, കറക്റ്റ് ആണ്. എനിക്കറിയാം. താറാണ് ഫേവറേറ്റ് കാർ. അപ്പൊ 3ൽ 2 ശരിയാക്കി, 1 തെറ്റി. അടുത്തത് മന്നുവിന്റെ മൻഹാള മൂത്തുള്ള ഫേവറേറ്റ് ഫുഡ് എന്തുവാണ്? ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എഴുതി പറയട്ടെ. ബ്രോസ്റ്റഡ്. ഏതോ എഴുതിയത്? ചോറും കറിയും മന്തിയും. അപ്പം ആ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. അവളുടെ ഫേവറേറ്റ് ബ്രോസ്റ്റഡ് ആണ്. എന്തൊക്കെ എല്ലാം 2 ശരിയാക്കി, 2 തെറ്റിയിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം, പോരട്ടെ. ഫേവറേറ്റ് കളർ. രണ്ടുപേരും ഫേവറേറ്റ് കളർ. ചിക്കുവിന്റെ എഴുതുക, ആമിനയുടെ
ഇല്ലെങ്കിൽ വേണ്ട ചിക്കുവിന്റെ ഫേവറേറ്റ് കളർ. ഞാൻ എഴുതാം. ആ സിമ്പിളാണ്, ആൾക്കറിയാം. പറയട്ടെ, ഞാൻ കാണിക്കുന്നതോ? ചിക്കു കാണി. വേണ്ട വേണ്ട, ആമിന കാണി. ആമിന ബ്ലാക്ക് ആണ്. എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. അപ്പൊ 3 ശരിയായില്ലേ? അഞ്ചെണ്ണത്തിൽ ഇതൊക്കെ എന്ത്? അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്. ഓക്കെ. മഞ്ഞു ഇല്ലേ, മഞ്ഞുവിന്റെ കാതുകുത്തിയ ഡേറ്റ്. ഇതെന്തൊരു ചോദ്യം? ദൈവത്തിന്റെ ഒരേ കളികളെ ഇത് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അതല്ല, പെൺകുട്ടികളാകുമ്പോൾ മാതാപിതാക്കൾ ഓർത്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ആദ്യത്തെ കുട്ടിയാണ്. ഇല്ല ഇല്ല, ഏത് വർഷമാണ്, ഏത് മാസം? ഞാൻ ഡേറ്റ് എഴുതി. ഡേറ്റ് എഴുതി. ഞാൻ മന്ത് എഴുതിയത്. മന്താണ് എഴുതിയത്. ആ, 2 മന്ത് എഴുതിയാലും മതി. ഞാൻ എഴുതിയിരിക്കുന്നത് മെയ് 10. ഡിസംബർ. അപ്പൊ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. അതൊരു മുല്ല. നീ തന്നെ എന്നോട് ചെയ്യണോടാ. വേണ്ട ചേട്ടായി, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. 6ല് 3 ശരിയാക്കി, 2 ശരിയാക്കിയിട്ട് നമുക്ക് അടിക്കണം. പറഞ്ഞു 3 തെറ്റിച്ചു. 7ാമത്തെ ചോദ്യം, ചിക്കുവിന്റെ ഫേവറേറ്റ് ഫുഡ്. എന്റെ ഫേവറേറ്റ് ഫുഡ് ശരിയാക്കണം. ചിക്കുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. എഴുതിയാ? അപ്പൊ ആദ്യം ആമിന കാണിച്ചു. ഇടിയപ്പം, മുട്ടക്കറി, ബീഫ് കറി. അതല്ല, അത് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. അതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്റെ അൽഫാമും പൊറോട്ട ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എഴുതിയത്, കാരണം ശരിയാക്കാൻ വേണ്ടി എഴുതി. എന്നിട്ട് തെറ്റി. അപ്പൊ തെറ്റി. കഴിഞ്ഞ കൂടെ ഇഷ്ടമുള്ള ഫുഡ് ഇടിയപ്പം, മുട്ടക്കറി മുട്ടക്കറി ഇഷ്ടമാണ്. 7 3 ശരിയാക്കി. പണി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അവസാനം, അപ്പൊ 8ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, ചിക്കുവിന്റെ ഐസ്ക്രീംസിൽ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണെന്നുള്ളതാണ്. എഴുതിയോ? എഴുതി. അപ്പൊ ആമിന കാണിച്ചു ആദ്യം. വാനില. വാനില. സ്ട്രോബെറി എഴുതിയ. അപ്പോ 8ല് 3 ശരി. ഇഷ്ടമല്ലാത്ത നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ അപ്പൊ നമ്മള് ജയിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് 3 ശരിയാക്കാൻ പറ്റിയിട്ടുള്ളു. നൗസിക്കൊക്കെ 4 ശരിയാക്കാൻ പറ്റി. അതുകൊണ്ട് അൽഫാമും നമുക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നിങ്ങൾ ഞങ്ങൾക്ക് അച്ചാർ ചോദ്യങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയത്. ഞങ്ങൾ ഈ ചിക്കൻ അവർക്ക് കൊടുക്കേണ്ട അവസരം വന്നു. അപ്പൊ ഞാൻ ചിക്കൻ നമുക്ക് ആദ്യം എടുക്കാം. 4 മിനിറ്റ് ചിക്കൻ കഴിക്കട്ടെ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ചടിച്ചു കേസ്. ഇവര് ഞങ്ങളുടെ ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. തലേ കുഴപ്പമില്ല. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോ ഇതേപോലെ പുതിയ ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.